ഒക്കെ കേൾക്കേണ്ട വേറൊരു പരിഹാരം കേട്ടോളൂ. അതെന്താ? പ്രവാസികളായ ആളുകൾക്ക് എപ്പോഴും ഈ പാസ്പോർട്ടും യാത്രയൊക്കെ വലിയൊരു വിഷയമാണല്ലോ. അപ്പോൾ അദ്ദേഹത്തോടുള്ള വേറൊരു ചോദ്യമാണ്. അതെന്താ അറിയോ? അത് കേട്ടോളൂ. എൻ്റെ പാസ്പോർട്ടിൽ കുറെ പ്രശ്നങ്ങൾ ഉള്ളതാണ്. എയർപോർട്ടിൽ കുഴപ്പങ്ങളൊന്നും കൂടാതെ നാട്ടിലെത്താൻ ഞാൻ എന്താണ് ഓതേണ്ടത്? അതിന് ഓതുക എങ്ങനെയാ വേണ്ടത്? പാസ്പോർട്ട് ശരിയാക്കല്ലേ വേണ്ട? അതിന് ഓതിയിട്ട് എന്താ? ഇത് പാസ്പോർട്ട് ശരിയാക്കണ്ട. ഇതൊരു രാജ്യത്തിന്റെ നിയമല്ലേ? ഒരു രാജ്യത്തിന്റെ നിയമം. ഇവർക്ക് അങ്ങനെയുണ്ട്. പത്താക്കല്ലാതെ ഇവിടെ നടക്കാൻ എന്താ വേണ്ടത്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യം. പണ്ട് കുണ്ടൂര് എന്ന് പറയുന്ന ആ ഷെയ്ഖിനോടുണ്ട് ഒരാൾ ചോദിക്കണ്, സൗദിയിൽ ഇക്കാമല്ലാതെ ജീവിക്കാൻ എന്താ വേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതിന് ഇക്കാമെന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഇക്കാമത്ത് എന്നുള്ള വാദമുള്ള എന്തോന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്, നിസ്കാരത്തിലെ ഇക്കാമത്ത് വിളിക്കണതാ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് എന്ത് ഇക്കാമയാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ. ഇദ്ദേഹം പറഞ്ഞു എന്റെ പാസ്പോർട്ടിൽ കുറെ പ്രശ്നങ്ങൾ ഉള്ളതാണ്, എയർപോർട്ടിൽ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകാതെ നാട്ടിലെത്താൻ ഞാൻ എന്താണ് ഓതേണ്ടത്? അതിന് ഇദ്ദേഹം പറഞ്ഞു കൊടുക്കാണ്, യാ ലത്തീഫ് എന്ന് 70,000 തവണ ഓതുക. യാ ലത്തീഫ് എന്ന് 70,000 തവണ ഓതുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ. എന്നിട്ടോ സൂറത്ത് യൂസുഫിലെ 64-ാം ആയത്തിലെ ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ എന്ന ഭാഗം 99 തവണ ഓതുക. ഒരു ബുദ്ധിമുട്ടും കൂടാതെ യാത്ര ചെയ്യാൻ പറ്റുന്നു. ഇത് പറഞ്ഞു കൊടുക്കാൻ പാടുണ്ടോ? ഇങ്ങനെയാണോ സുഹൃത്തുക്കൾ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇതിൽ എന്തെല്ലാം അബദ്ധങ്ങളുണ്ട് സഹോദര. നിങ്ങൾ പോയിട്ട് ആ പാസ്പോർട്ടിൽ പ്രശ്നം എന്താണെങ്കിൽ അത് ഉടനെ പരിഹരിക്കൂ. ഒരു രാജ്യത്തെ നിയമം അനുസരിക്കൽ നമുക്ക് നിർബന്ധമാണ്. നമ്മൾ അതല്ലാത്ത നിലക്ക് പോകരുത് എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ട ആദ്യത്തെ മറുപടി. രണ്ടാമതായിട്ട് പിന്നെ അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ പറയാ. പക്ഷെ അതിന്റെ പുറമെ യാ ലത്തീഫ് 70,000 തവണ അതാര് പറഞ്ഞു? അതുപോലെ യാസീൻ സൂറത്ത് യൂസുഫിലെ 64-ാം ആയത്ത് 99 100 തേഞ്ഞു പോയിരുത് 99 തവണ അത് പറയണമെന്ന് പറഞ്ഞു. ആരാണ് സുഹൃത്തുക്കളെ ഇതിന് അനുവാദം കൊടുത്തത്?